ഹായ് ഫ്രണ്ട്സ്, JKG ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മാത്ത് പസിലാണ് സോൾവ് ചെയ്യാൻ പോവുക. ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. പാറ്റേൺ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് നമ്മൾ 2 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പാറ്റേൺ ക്വസ്റ്റ്യനിലുണ്ടാവും. ആ പാറ്റേൺ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ പാറ്റേൺ, അതായത് ഐഡന്റിഫൈ ചെയ്ത പാറ്റേൺ അപ്ലൈ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പാറ്റേൺ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. സോൾവ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഈ പാറ്റേൺ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാമെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ സെറ്റിലേക്ക് നോക്കാം. ഇവിടെ LHSൽ തന്നിരിക്കുന്നത് 3 ഡിജിറ്റ്സ് ആണ്, 7, 1, 0. RHSൽ നമുക്ക് 6 ഡിജിറ്റ്സ് ഉണ്ട്, 8, 7, 1, 1, 6 and 8 അല്ലേ. നമുക്ക് എന്താണ് ഇവിടുത്തെ പാറ്റേൺ എന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ LHSൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും ഒന്ന് സം ചെയ്ത് നോക്കുക. അപ്പോൾ 7 + 1 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് RHSൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് LHSലെ ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും സം ചെയ്യുക. ഫസ്റ്റ് ഡിജിറ്റ് 7 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. അത് സം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 7 ആണ്. അപ്പോൾ RHSലെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റും LHSലെ ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും സം ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് LHSലെ സെക്കൻഡ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും തമ്മിൽ സം ചെയ്യുക. സെക്കൻഡ് ഡിജിറ്റ് 1 ആണ്, തേർഡ് ഡിജിറ്റ് വന്നിരിക്കുന്നത് 0 ആണ്. അപ്പോൾ 0 + 1 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് RHSലെ തേർഡ് ഡിജിറ്റ് വന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ആൻസറിൽ വരേണ്ട ഫസ്റ്റ് 3 ഡിജിറ്റ്സ് കിട്ടി. നമ്മൾ LHSലെ ടേംസിനെ 1 by 1 ആയിട്ട് സം ചെയ്തപ്പോൾ നമുക്ക് RHSൽ അല്ലെങ്കിൽ ആൻസറിൽ വരേണ്ട ആദ്യത്തെ 3 ഡിജിറ്റ് കിട്ടി. ഇനി RHSലെ അടുത്ത 2 ഡിജിറ്റ്സ് നോക്കുക. 16 ആണല്ലേ, 1ഉം 6ഉം ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നത്, നമുക്കിപ്പോൾ RHSൽ ഓൾറെഡി ആൻസർ ആയിട്ട് കിട്ടിയ 8 + 7 + 1. 8 + 7 + 1 എന്ന് പറയുമ്പോൾ 16 വരും. അപ്പോൾ 16 ആണ് നമുക്ക് അടുത്ത 2 ഡിജിറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസറിലെ അടുത്ത 2 ഡിജിറ്റ് കിട്ടാനായിട്ട് നമുക്ക് ഓൾറെഡി ആൻസറിൽ കിട്ടിയ 8ഉം 7ഉം 1ഉം ആ 3 ഡിജിറ്റ്സ് നമ്മൾ സം ചെയ്തു. അപ്പോൾ നമുക്ക് 16 കിട്ടി. 16 ആണ് അടുത്ത 2 ഡിജിറ്റ്സ്. ഇനി നമുക്ക് ആൻസറിൽ ബാലൻസ് ഉള്ളത് 8 മാത്രമാണ്. 8 കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിലെ LHSൽ തന്നിരിക്കുന്ന 3 ഡിജിറ്റ്സ് ഉണ്ട്, 3 നമ്പേഴ്സ് ഉണ്ട്, 7, 1 and 0. ആ 7ഉം 1ഉം 0യും തമ്മിൽ സം ചെയ്യുക. 7 + 1 + 0 അത് 8 ആയിരിക്കും. അപ്പോൾ നമുക്ക് പാറ്റേൺ മനസ്സിലായി. നമുക്ക് RHSൽ അല്ലെങ്കിൽ ആൻസറിൽ വരേണ്ട എല്ലാ ഡിജിറ്റ്സും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള പാറ്റേൺ മനസ്സിലായി. ഇനി ചെയ്യേണ്ടത് ബാക്കിയുള്ള സെറ്റ്സിലേക്ക് ഈ പാറ്റേൺ അപ്ലൈ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ സെറ്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സെറ്റിൽ LHSൽ തന്നിരിക്കുന്നത് 4 + 2 + 5 ആണ്. സോ നമുക്ക് ആൻസറിലെ ഫസ്റ്റ് ഡിജിറ്റ് കിട്ടാനായിട്ട് LHSലെ ഫസ്റ്റ് 2 ഡിജിറ്റ്സ് സം ചെയ്യുക. 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് RHSൽ അല്ലെങ്കിൽ ആൻസറിലെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി ആൻസറിലെ സെക്കൻഡ് ഡിജിറ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? LHSൽ തന്നിരിക്കുന്ന ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും സം ചെയ്യുക. 4 + 5 എന്ന് പറയുന്നത് 9 ആണ്. നമുക്കിവിടെ ആൻസറിലെ സെക്കൻഡ് ഡിജിറ്റ് വന്നിരിക്കുന്നത് 9 ആണ്. നൗ തേർഡ് ഡിജിറ്റ് കിട്ടാനായിട്ട് നമ്മൾ LHSലെ സെക്കൻഡ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും നമ്മൾ സം ചെയ്യുക. 2 + 5 എന്ന് പറയുന്നത് 7 ആണ്. നമുക്കിവിടെ ആൻസറിൽ തേർഡ് ഡിജിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 7 ആണ്. ഇനി ആൻസറിലെ അടുത്ത 2 ഡിജിറ്റ്സ് 22, 2 and 2 കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ ആൻസറിൽ ഓൾറെഡി കിട്ടിയ 3 ഡിജിറ്റ് 6 + 9 + 7. 6 + 9 + 7 എന്ന് പറയുമ്പോൾ നമുക്ക് 22 വരും. നൗ റിമൈനിങ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 11 ആണ്. 11 കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 11 കിട്ടാനായിട്ട് നമുക്ക് LHSൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 3 ഡിജിറ്റ്സ് സം ചെയ്യുക. 4 + 2 + 5. 4 + 2 + 5 എന്ന് പറയുമ്പോൾ നമുക്ക് 11 കിട്ടും. അപ്പോൾ നമ്മൾ പാറ്റേൺ അപ്ലൈ ചെയ്തു, ജസ്റ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് സെറ്റിലേക്ക് പോവാം. ഇവിടെ LHSൽ തന്നിരിക്കുന്നത് 6 + 2 + 3 ആണ്. നമുക്ക് ആൻസറിലെ ഫസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അതിനു വേണ്ടിയിട്ട് LHSൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും തമ്മിൽ സം ചെയ്യാം. 6 + 2 എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ആൻസറിലെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. നൗ ആൻസറിലെ സെക്കൻഡ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ LHSൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും തമ്മിൽ സം ചെയ്യുക. 6 + 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 6 + 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിലെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. നൗ ആൻസറിലെ തേർഡ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? LHSൽ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും തമ്മിൽ സം ചെയ്യുക. അപ്പോൾ 2 + 3 എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസറിലെ ഫസ്റ്റ് 3 ഡിജിറ്റ്സ് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന 8 + 9 + 5 ചെയ്യുക അല്ലേ. 8 + 9 + 5. 8 + 9 + 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും?
22 അല്ലേ? അപ്പോൾ 22 നമുക്ക് ഇവിടെ എഴുതാം. അടുത്ത 2 ഡിജിറ്റ്സ് ആയിട്ട് വരുന്നത് 22 ആയിരിക്കും. ഓക്കെ, നൗ ഇനി നമുക്ക് റിമൈനിങ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്കിവിടെ LHSൽ തന്നിരിക്കുന്ന ഡിജിറ്റ്സിനെ സം ചെയ്യാം. LHSൽ തന്നിരിക്കുന്ന ഡിജിറ്റ്സ് 6 പ്ലസ് 2 പ്ലസ് 3. 6 പ്ലസ് 2 പ്ലസ് 3 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ഡിജിറ്റ്സ് ആയിട്ട് 11 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി 8, 9, 5, 2, 2 ആൻഡ് 1, 1. അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായിട്ട് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്